പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഓരോ വിശ്വാസിയുടെയും ശരീരമാണ് ദേവാലയം. ശരീരമാകുന്ന ഈ ദേവാലയത്തിലാണ് ത്രിയേക ദൈവം അധിവസിക്കുന്നതും ശരീരമാകുന്ന ഈ ദേവാലയത്തിലാണ് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കേണ്ടതും. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരങ്ങളെ ഒരു സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കണം, ഇതായിരിക്കട്ടെ നിങ്ങളുടെ ആരാധന എന്ന് റോമാലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്. ശരീരമാകുന്ന ദേവാലയത്തിൽ ദൈവത്തെ തിരിച്ചറിയാനും വിശുദ്ധിയിലും ആരാധനയിലും ശരീരത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനും നിയോഗമുള്ള വ്യക്തിയാണ് ഓരോ വിശ്വാസിയും എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി വെളിപാട് പുസ്തകം നൽകുന്നുണ്ട്. ഞാൻ ഡാനി രച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ ഞാൻ കർത്താവിൽ സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. വചന പഠനത്തിനായി നിങ്ങളെടുക്കുന്ന ഈ താല്പര്യത്തിനും നിങ്ങൾ കൊടുക്കുന്ന സമയത്തിനും ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ്. രാവും പകലും കർത്താവിൻ്റെ വചനത്തിൽ ആനന്ദം കണ്ടെത്തിയവൻ്റെ മഹാഭാഗ്യമെന്ന് സങ്കീർത്തനം 1 വർണ്ണിക്കുന്നുണ്ട്. ആ ഭാഗ്യത്തിന് നിങ്ങൾ അവകാശികളായി മാറുന്നതിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് നമ്മൾ കണ്ട കാര്യങ്ങൾ, നമ്മൾ ഏത് പശ്ചാത്തലത്തിലാണ് 11-ാം അധ്യായം ധ്യാനിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. 10-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി, അതെൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി. വീണ്ടും ഞാൻ കേട്ടു, നീ ഇനിയും അനേകം ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം. യോഹന്നാൻ്റെ ഉദരത്തിൽ കയ്പായി മാറിയ ആ ചുരുൾ ജനതകളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ചുള്ള പ്രവചനം നടത്താനുള്ള ആഹ്വാനമായിരുന്നെങ്കിൽ, യോഹന്നാൻ ഇപ്പോൾ 11-ാം അധ്യായത്തിൽ അദ്ദേഹം സ്വീകരിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ വെളിപാട് ജനതകളെയോ രാജ്യങ്ങളെയോ ഭാഷകളെയോ രാജാക്കന്മാരെയോ കുറിച്ചുള്ള പ്രവചനമല്ല, മറിച്ച് 11-ാം അധ്യായത്തിലെ ആദ്യത്തെ വെളിപ്പെടുത്തൽ സഭയെക്കുറിച്ച്, ദൈവജനത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്. ഈ ദർശനത്തിന് 2 ഭാഗങ്ങൾ ഉണ്ട്. 2 ഭാഗങ്ങളുള്ള ഈ ദർശനത്തിലൂടെ ദൈവത്തിൻ്റെ മഹാപദ്ധതിയിൽ എന്താണ് സഭയുടെ ദൗത്യം എന്ന് വെളിവാക്കപ്പെടുന്നു. സഭയുടെ ദൗത്യം, സഭയുടെ ഭാവി, അത് വെളിപ്പെടുത്തുന്ന 2 ദർശനങ്ങളാണ് ഇവ. ഈ 2 ദർശനങ്ങൾക്ക് ശേഷമാണ് 7-ാമത്തെ കാഹളം മുഴങ്ങുന്നത്. 7-ാമത്തെ കാഹളം വളരെ പ്രധാനപ്പെട്ടതാണ്. 7-ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ആഗതമാകുന്നതിൻ്റെ സെലിബ്രേഷൻസ് സ്വർഗത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തല ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് 11-ാം അധ്യായത്തിലേക്ക് കടക്കാം. വെളിപാട് പുസ്തകം അധ്യായം 11. 2 സാക്ഷികൾ. ദണ്ട് പോലുള്ള ഒരു മുഴക്കോൽ എനിക്ക് നൽകപ്പെട്ടു. ഞാൻ ഇങ്ങനെ കേൾക്കുകയും ചെയ്തു, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. ദേവാലയത്തിൻ്റെ മുറ്റം അളക്കേണ്ട, കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ്. 42 മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടിമതിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സഭയെക്കുറിച്ച് യോഹന്നാൻ കാണുന്ന 2 ദർശനങ്ങളിൽ ആദ്യത്തേത് ദേവാലയം അളക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആലയം അളക്കുന്നു. നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. ദേവാലയത്തെ അളക്കുക, ബലിപീഠത്തെ അളക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ആരാധിക്കുന്നവരെ അളക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവരുടെ എണ്ണമെടുക്കുക. യോഹന്നാൻ കാണുന്ന ഈ ദർശനം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ 43-ാം അധ്യായം 5-ാമത്തെ വാക്യം വരെയുള്ള ദർശനത്തെ അനുസ്മരിപ്പിക്കുന്നവയാണ്. എസെക്കിയേൽ പ്രവചനം 40-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ 43-ാം അധ്യായം 5-ാമത്തെ വാക്യം വരെ എസെക്കിയേൽ ഭാവി ദേവാലയത്തിൻ്റെ അളവ് എടുക്കുന്നതായും അളവ് ദൈവം പറഞ്ഞു കൊടുക്കുന്നതായും നമ്മൾ വായിക്കുന്നുണ്ട്. ദൂതൻ
ഭാവി ദേവാലയത്തിൻ്റെ, ദൈവം തൻ്റെ ജനത്തോടൊപ്പം എന്നേക്കും വസിക്കാനായി ഇറങ്ങി വരുന്ന ഭാവി ദേവാലയത്തിൻ്റെ അളവെടുക്കുന്ന ദർശനമാണ് എസെക്കിയേലിൽ നാം കാണുന്നത്. ഈ സന്ദർഭത്തിൽ ബൈബിൾ അവതരിപ്പിക്കുന്ന ദേവാലയ സങ്കല്പം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ദേവാലയത്തിൻ്റെ അളവെടുക്കുക എന്ന് പറയുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ മൊത്തം 16 പ്രാവശ്യം, ഇത് കൂടാതെ ഇപ്പോൾ ദേവാലയം എന്ന സംജ്ഞ ഉപയോഗിക്കുന്നത് കൂടാതെ വെളിപാട് പുസ്തകത്തിൽ മൊത്തത്തിൽ ഏതാണ്ട് 16 പ്രാവശ്യം ബൈബിൾ ദേവാലയം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ വാക്യം കൂടി ചേർത്താണ് 16. അതിലെ ബാക്കി 15 തവണയും ആ ദേവാലയമെന്ന് സൂചിപ്പിക്കുന്നത് ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് അല്ലാത്തതുകൊണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയാം. വെളിപാട് പുസ്തകത്തിൽ ആകെ ഇപ്പോൾ നമ്മൾ വായിച്ച 11:2 ദേവാലയം അല്ലെങ്കിൽ 11:1 ദേവാലയം എന്ന് പറയുന്ന ആ വാക്കുൾപ്പെടെ മൊത്തം 16 പ്രാവശ്യമാണ് ദേവാലയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇതിൽ കൂടാതെയുള്ള, ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യങ്ങൾ കൂടാതെയുള്ള 15 പ്രാവശ്യവും അത് വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് പറയാനല്ല. അതുകൊണ്ട് ഇവിടെയും അത് ജെറുസലേം ദേവാലയത്തെക്കുറിച്ചല്ല പറയുന്നത്, സൂചിപ്പിക്കപ്പെടുന്നത് ജെറുസലേം ദേവാലയം അല്ല. അങ്ങനെയാണെങ്കിൽ അളവെടുക്കാൻ പറയുന്ന ആ ദേവാലയം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ദേവാലയത്തെക്കുറിച്ചുള്ള ബൈബിളിലെ കാഴ്ചപ്പാടിനെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. യഹൂദൻ്റെയും ക്രിസ്ത്യാനിയുടെയും ധാരണകളനുസരിച്ച് ദേവാലയം ദൈവം വസിക്കുന്ന ഇടം ആണ് എങ്കിലും യഥാർത്ഥത്തിൽ ദൈവം വസിക്കുന്നത് സ്വർഗത്തിലാണ് എന്ന ദൈവിക അവബോധമാണ് യഹൂദനും ക്രിസ്ത്യാനിക്കും ഉള്ളത്. അപ്പോൾ ഭൂമിയിലെ ദേവാലയങ്ങളുടെ സ്ഥാനം എന്താണ്? ദൈവം വസിക്കുന്നത് സ്വർഗത്തിലാണെങ്കിൽ ഭൂമിയിലെ ദേവാലയങ്ങളുടെ സ്ഥാനം എന്താണ്? ഭൂമിയിലെ ദേവാലയം മനുഷ്യർക്ക് ദൈവത്തെ സമീപിക്കാനും സഹായം തേടാനും ആരാധിക്കാനുമുള്ള ഇടമാണ്. യഥാർത്ഥത്തിൽ ദൈവം സ്വർഗത്തിലാണ് വസിക്കുന്നതെങ്കിലും മനുഷ്യന് തൻ്റെ പരിമിതിക്കകത്ത് നിന്ന് ദൈവത്തെ അന്വേഷിക്കാനും സമീപിക്കാനും ആരാധിക്കാനുമുള്ള ഒരിടമായിട്ടാണ് ദേവാലയ സങ്കല്പങ്ങൾ യഹൂദ ക്രിസ്ത്യാനി മതബോധത്തിൽ ആരംഭം കുറിക്കപ്പെടുന്നത്. ഇനി ഈ ദേവാലയ സങ്കല്പം ബൈബിളിൽ എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്ന് കാണാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 7 ദിവസം കൊണ്ടുള്ള സൃഷ്ടി വിവരണം അവതരിപ്പിക്കുന്നത് വഴി വിശ്വദേവാലയം എന്ന ഒരു സങ്കല്പം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. കോസ്മിക് ടെമ്പിൾ, അതായത് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഒരു ദേവാലയത്തിൻ്റെ മാതൃകയിലാണ് എന്ന വിധത്തിലാണ് ഉൽപ്പത്തിയിലെ ആദ്യ അധ്യായങ്ങൾ സൃഷ്ടി വിവരണങ്ങളിലൂടെ വായനക്കാരന് മനസ്സിലാക്കി തരുന്നത്. സങ്കീർത്തനങ്ങളിലും ഇതേ ആശയം പിന്നീട് ആവർത്തിക്കുന്നുണ്ട്. ഭൂമി ഒരു ദേവാലയമാണ് എന്ന സങ്കല്പം. അപ്പോൾ ഭൂമി മുഴുവൻ ദേവാലയമാണ് എന്ന സങ്കല്പമായിരുന്നു ആദ്യത്തെ ദേവാലയത്തെക്കുറിച്ചുള്ള യഹൂദൻ്റെ ബോധ്യം. അതുകൊണ്ട് തന്നെ ഭൂമി മുഴുവൻ ദൈവത്തെ ആരാധിക്കാനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നവർ കരുതി. പിന്നീട് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി പുറത്തു വന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനുഷ്യന് ദേവാലയത്തെ കുറെ കൂടി വ്യക്തതയോടെ ദൈവം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് സമാഗമ കൂടാരം എന്ന നിർമ്മിതിയിലാണ്. മരുഭൂമിയിലെ യാത്രക്കിടയിൽ യഹൂദൻ്റെ ദേവാലയം സമാഗമ കൂടാരം ആയിരുന്നു, ടാബർനക്കിൾ. പിന്നീട് വാഗ്ദത്ത കാനാനിലെത്തിയതിനു ശേഷം ദാവീദിൻ്റെ പുത്രനായ സോളമനാണ് യഹൂദൻ്റെ ആദ്യത്തെ സഞ്ചരിക്കാത്ത ദേവാലയം. സമാഗമ കൂടാരം സഞ്ചരിക്കുന്ന ദേവാലയമായിരുന്നു. ഒരു സ്ഥലത്ത് നിർമ്മിതമായ ദേവാലയം, അത് സോളമനാണ് നിർമ്മിക്കുന്നത്. സോളമൻ നിർമ്മിച്ച ആ ദേവാലയം ബാബിലോണിയൻ ആധിപത്യത്തിൻ്റെ കാലത്ത് BC 586 തകർക്കപ്പെടുകയും കത്തി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് എസെക്കിയേൽ ഭാവിയിൽ ദൈവം നിർമ്മിക്കാൻ പോകുന്ന മഹത്വപൂർണമായ ഒരു ദേവാലയത്തെക്കുറിച്ച് എസെക്കിയേലിൻ്റെ പ്രവചനം 40-ാമത്തെ അധ്യായം മുതൽ വിവരിക്കുന്നത്. ദൈവം ഭാവിയിൽ സോളമൻ്റെ ദേവാലയത്തെക്കാൾ മഹത്വം നിറഞ്ഞ ഒരു ദേവാലയം നിർമ്മിക്കും എന്നതായിരുന്നു എസെക്കിയേലിൻ്റെ പ്രവചനം. ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ജനം BC 520-നും 515-നും ഇടയ്ക്ക് സെറുബാബേലിൻ്റെ നേതൃത്വത്തിൽ 2ാം ദേവാലയം നിർമ്മിച്ചെങ്കിലും അത് സോളമൻ്റെ കാലത്തെ ദേവാലയം പോലെ
മഹത്വപൂർണമായിരുന്നില്ല എന്ന് നമ്മൾ എസ്രായുടെ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എസെക്കിയേൽ പ്രവചിച്ച ദൈവം നിർമ്മിക്കാൻ പോകുന്ന ആ ഭാവി ദേവാലയത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പൂർത്തിയാകാതെ കിടന്നു. ആ ഭാവി ദേവാലയ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ വചനം മാംസമായി നമ്മോടുകൂടെ കൂടാരമടിച്ചു, ടാബർനക്കിൾഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. കൂടാരമടിച്ചു, വസിച്ചു എന്ന് നമ്മൾ വായിക്കുന്ന ആ വാക്യത്തിൻ്റെ ഒറിജിനൽ കൂടാരമടിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ സമാഗമ കൂടാരവും ദേവാലയവും പ്രതിനിധാനം ചെയ്തിരുന്ന ദൈവത്തെ തേടാനും സമീപിക്കാനും ആരാധിക്കാനുമുള്ള ഇടമായി മനുഷ്യാവതാരം ചെയ്ത യേശുവിൻ്റെ ശരീരം ദേവാലയമായി മാറുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:14 ആദ്യം അത് കാണുന്നത്. പിന്നീട് യോഹന്നാൻ 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും, യോഹന്നാൻ 2:19 മുതൽ 21 വരെ വാക്യങ്ങളിലും, യോഹന്നാൻ 10:38, യോഹന്നാൻ 14:7 മുതൽ 11 വരെയും, യോഹന്നാൻ 1:14, 2:19, 21, 10:38, 14:7 മുതൽ 11 വരെ ഈ വാക്യങ്ങൾ വായിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര ശരീരം ദേവാലയമായി മാറുന്നതിനെക്കുറിച്ചുള്ള വചനങ്ങളാണ്. ഈ ദേവാലയവും തകർക്കപ്പെട്ടു. ആ ദേവാലയം തകർക്കപ്പെട്ടതിൻ്റെ പേരാണ് കുരിശുമരണം. എന്നാൽ ആ ദേവാലയം മഹത്വപൂർണമായി പുനർനിർമ്മിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാന ശരീരം, ഉത്ഥിത ശരീരം ദേവാലയമായി മാറുകയാണ്. പന്തക്കുസ്താ ദിനത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വരുന്നത് വഴി അപ്പസ്തോലിക സഭ ക്രിസ്തുവിൻ്റെ ശരീരവും അങ്ങനെ ദേവാലയവുമായി മാറുന്നതാണ് ദേവാലയത്തെ സംബന്ധിക്കുന്ന അടുത്ത വെളിപ്പെടുത്തൽ. പന്തക്കുസ്തായിൽ അപ്പസ്തോലന്മാരുടെ മേൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമ്പോൾ സഭ ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുകയും സഭ ദേവാലയമായി മാറുകയും ചെയ്യുന്നു. സഭ ദേവാലയമാണ് എന്ന് ബൈബിളിൽ അപ്പസ്തോലിക രചനകളിൽ വിവിധയിടങ്ങളിൽ സൂചനകളുണ്ട്. ഞാൻ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. സാർവത്രിക സഭയെ, യൂണിവേഴ്സൽ ചർച്ചിനെ, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ ദേവാലയമായി നമ്മൾ കാണുന്നതാണ് ആദ്യത്തേത്. യൂണിവേഴ്സൽ ചർച്ച് ആസ് ടെമ്പിൾ. അത് കാണുന്നത് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെ വാക്യങ്ങളിലും, എഫേസോസ് 2:19 മുതൽ 22 വരെ വാക്യങ്ങളിലും, 1 പത്രോസ് 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലുമാണ്. എന്താണത്? സാർവത്രിക സഭ ദേവാലയം എന്ന നിരീക്ഷണം. ഇനി അതുപോലെ തന്നെ പ്രാദേശിക സഭ, ലോക്കൽ ചർച്ച് ദേവാലയമാണ് എന്ന് 1 കൊരിന്തോസ് 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 3:16-17. മൂന്നാമതായി, ഓരോ വിശ്വാസിയുടെയും ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ദേവാലയമാണ് എന്ന് നമ്മൾ കാണുന്നത് 1 കൊരിന്തോസ് 6:19. 1 കൊരിന്തോസ് 6:19. ഞാൻ പറഞ്ഞു വരുന്നത്, സഭ ദേവാലയമാണ് എന്ന് പറയുമ്പോൾ സാർവത്രിക സഭയെ ദേവാലയമായി അവതരിപ്പിക്കുന്നുണ്ട്, പ്രാദേശിക സഭയെ ദേവാലയമായി അവതരിപ്പിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ശരീരങ്ങളെ ദേവാലയമായി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ചിന്തകളുടെ എല്ലാം പൂർത്തീകരണമാണ് വെളിപാടിൽ കാണുന്നത്. അതായത് വിശ്വദേവാലയമെന്ന ഉൽപ്പത്തിയിൽ അവതരിപ്പിക്കപ്പെട്ട സങ്കല്പത്തിൽ നിന്ന് വളർന്നു വന്ന് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിലൂടെ ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദേവാലയമായി മാറുന്ന ആ കാഴ്ചപ്പാടിൻ്റെ, ആ ദേവാലയ സങ്കല്പങ്ങളുടെ പൂർത്തീകരണമാണ് വെളിപാടിൽ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളും 22-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളും വായിക്കണം. ഒന്നുകൂടെ പറയാം. 21, വെളിപാട് 21-ൻ്റെ 2-3 തിരുവചനങ്ങളും 22-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളും വായിക്കണം. അവിടെ സ്വർഗീയ ജെറുസലേം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നും ദൈവത്തെയും കുഞ്ഞാടിനെയും നമ്മൾ മുഖാഭിമുഖം കാണുമെന്നും വായിക്കുന്നുണ്ട്. ഇങ്ങനെ 21-ാം അധ്യായത്തിൽ പൂർത്തിയാവുന്ന ഈ ദേവാലയ സങ്കല്പത്തിൻ്റെ ആരംഭമാണ് 11-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ വിവരിക്കുന്നത്. ദേവാലയത്തിൻ്റെ
അളവ് എടുക്കുക എന്ന് പറയുന്ന വാക്യം. ഞാൻ കുറെ കൂടി ചുരുക്കി ലളിതമായി പറഞ്ഞാൽ, ദേവാലയമെന്ന് വെളിപാട് പുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത് ജെറുസലേം ദേവാലയത്തെ അല്ല, ക്രിസ്തുവിനെ ആരാധിക്കുന്നവരുടെ സമൂഹമായ സഭയെ ആണ്. അപ്പോൾ ഇവിടെ ദേവാലയത്തിൻ്റെ അളവെടുക്കുക, ബലിപീഠത്തിൻ്റെ അളവെടുക്കുക, ആരാധിക്കുന്നവരുടെ എണ്ണമെടുക്കുക എന്ന് പറയുമ്പോൾ അത് സഭയെക്കുറിച്ചുള്ള ഒരു ദർശനം ആണ്. സഭയെക്കുറിച്ച് എന്താണ് ഇവിടെ യോഹന്നാന് ലഭിക്കുന്ന ദർശനം? അളവെടുക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃത്യമായ കരുതലും നോട്ടവും ശ്രദ്ധയും ദേവാലയത്തിൻ്റെ മേൽ ഉണ്ട് എന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് അവിടെ നൽകപ്പെടുന്നത്. ദൈവത്തിൻ്റെ ആലയത്തെയും ബലിപീഠത്തെയും ആരാധിക്കുന്നവരെയും അളക്കുക. രണ്ടാമത്തെ വാക്യം, വെളിപാട് അധ്യായം 11 വാക്യം 2. ദേവാലയത്തിൻ്റെ പുറം മുറ്റം അളക്കേണ്ട, ഔട്ടർ കോർട്ട് അളക്കണ്ട, കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ്. പുറം മുറ്റം അളക്കണ്ട എന്ന് പറയുന്നത് അത് വിജാതീയരുടെ സ്ഥലമാണ്, ജെൻഡൈൽ കോർട്ടാണ്. അത് അളക്കണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇനി മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗമാകാൻ സമയം ഇല്ല, ആ സമയം അവസാനിക്കുകയാണ്. ഇനി പുറം മുറ്റത്ത് നിൽക്കുന്നവരെ അളന്നിട്ട് കാര്യമില്ല, കാരണം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതകൾ അവർക്ക് നൽകപ്പെട്ട സമയം അവസാനിക്കുന്നു. ദി എക്സ്പാൻഷൻ ഓഫ് ദ ചേർച്ച് ഈസ് ഫിനിഷ്ഡ്, ഈസ് ഓവർ നൗ. ദ ടൈം ഓഫ് കൺവേർഷൻ ഈസ് ഓവർ. ഇനി മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗമാകാൻ സമയമില്ല. ദൈവത്തിൻ്റെ ഉടമ്പടി ബന്ധത്തിന്, ക്രിസ്തുവിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഉടമ്പടി ബന്ധത്തിന് പുറത്തു നിൽക്കുന്നവരെ സൂചിപ്പിക്കുന്നതാണ് പുറം മുറ്റം അല്ലെങ്കിൽ വിജാതീയരുടെ ഇടം. ദേവാലയത്തിൻ്റെ മുറ്റം അളക്കേണ്ട, കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ്. 42 മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടിമതിക്കും. 42 മാസം എന്ന് വെച്ചാൽ 3.5 വർഷം. നമ്മളിനി ഈ ഭാഗത്ത് അടുത്ത വാക്യത്തിൽ കാണുന്നുണ്ട് 1260 ദിവസം, 1260, 1260 ദിവസം. ഇവിടെ 42 മാസം എന്ന് പറഞ്ഞാലും 1260 ദിവസം, അതായത് 42 ഗുണം 30, 1260 ദിവസം എന്ന് പറഞ്ഞാലും, തൊട്ടു മുമ്പ് നമ്മൾ കണ്ടിരുന്നു സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്ന് പറഞ്ഞാലും എല്ലാം ഉദ്ദേശിക്കുന്നത് 3.5 വർഷം എന്നാണ്. എന്താണ് ഈ കാലയളവിൻ്റെ പ്രത്യേകത? ദാനിയേലിൻ്റെ പ്രവചന ഗ്രന്ഥപ്രകാരം ഈ 42 മാസം അഥവാ 3.5 വർഷം യുഗാന്ത്യത്തിലെ മഹാപീഡനത്തിൻ്റെയും മഹാഞെരുക്കത്തിൻ്റെയും ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാഞെരുക്കത്തിൻ്റെയും ഭയാനകമായ പീഡനത്തിൻ്റെയും കാലമാണ്. നിങ്ങൾ വായിക്കേണ്ട ഭാഗങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്, എഴുതിയെടുത്തു വെച്ച് വായിക്കണം. ദാനിയേലിൻ്റെ പ്രവചന ഗ്രന്ഥപ്രകാരം ഈ 42 മാസം അഥവാ 3.5 വർഷം അഥവാ 1260 ദിവസം അഥവാ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്ന് സൂചിപ്പിക്കപ്പെടുന്നത് യുഗാന്ത്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രവചിക്കപ്പെട്ട ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ, മഹാഞെരുക്കത്തിൻ്റെ ഭയാനകമായ പീഡനത്തിൻ്റെ കാലത്തെ കുറിക്കുന്ന, അതിൻ്റെ പീരീഡിനെ കുറിക്കുന്ന ഒരു എണ്ണമാണ്, അതിൻ്റെ ഡ്യൂറേഷനാണ്, കാലയളവാണത്. വായിക്കേണ്ട ഭാഗങ്ങൾ ഇതാണ്: ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം, 9-ാം അധ്യായം 27-ാം വാക്യം, 12-ാം അധ്യായം 7-ാമത്തെ വാക്യം, 12-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങൾ. ദാനിയേൽ 7:25, 9:27, 12:7, 11, 12. ദാനിയേൽ അന്ന് അത് പ്രവചിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ മക്കബായ വിപ്ലവ കാലത്തെ അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ 3.5 വർഷം നീണ്ട ആ മഹാപീഡനത്തിൻ്റെ കാലത്തെയാണ് ഏറ്റവും അടുത്ത പ്രവചനം സൂചിപ്പിച്ചിരുന്നതെങ്കിലും അത് യുഗാന്ത്യത്തെ കുറിക്കുന്ന വിദൂര പ്രവചനം കൂടി ആയിരുന്നു. എന്താണ് 3.5 വർഷത്തിൻ്റെ സംഖ്യാപരമായ പ്രത്യേകത ബൈബിളിൻ്റെ കണ്ണിൽ എന്ന് ചോദിച്ചാൽ, പൂർണ്ണതയുടെ സംഖ്യയാണ് 7, അതിൻ്റെ പകുതിയാണ് 3.5. അത് സൂചിപ്പിക്കുന്നത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന താൽക്കാലികമായ ഒരു കാലത്തേക്കുള്ള പീഡനത്തെയാണ് 3.5 വർഷത്തെ പീഡനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദറ്റ് ഈസ് എ ടെമ്പററി പീരീഡ് ഓഫ് ട്രയൽ ആൻഡ് ട്രിബുലേഷൻ. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 2 സാക്ഷികളെക്കുറിച്ചാണ്.
അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അനുഗ്രഹീതമായൊരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിദൂരങ്ങളിലെവിടെയോ ഇരുന്ന് ഏതോ ഒരു രാജ്യത്തിരുന്ന് നിങ്ങൾ ഈ വചനം പഠിക്കുമ്പോൾ ഒരേ ബന്ധുവിൽ നമ്മളെ ദൈവം ഒരുമിച്ച് ചേർക്കുകയും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരവസരം നമുക്ക് ലഭിക്കുകയുമാണ്. എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. നിങ്ങളെ ഞാൻ കാണുന്നില്ലെങ്കിലും എൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് കൂടെയിരുന്ന് ഈ വചനം മനസ്സിലാക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കാളികളാകാൻ കഴിയുന്നു എന്ന ധാരണയിലാണ് ഈ എപ്പിസോഡുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഞാനതിനെ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഈ വചന വ്യാഖ്യാനവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്. ഞാൻ ഡാനിയലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നമ്മെ കൃപയിലും അനുഗ്രഹത്തിലും കാത്തു സൂക്ഷിക്കട്ടെ.